ഡോക്ടർ ജിൻഡോ ജോൺ, ഡോക്ടർ മേരി ജോർജ് പറഞ്ഞതുപോലെ തന്നെ വോട്ട് ചോരി എന്ന ആരോപണം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധിയാണ്. പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതിന്റെ ആവശ്യം വരുന്നില്ല. സൗജന്യങ്ങൾ നൽകി വോട്ട് ഉറപ്പാക്കുന്ന ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയും വിശ്വാസ്യതയും എത്രമാത്രമുണ്ട്? ശ്രീ ജെയിംസ് പോൾ, ഇതിലൊരു കാര്യം എന്താണെന്ന് പറയും. വോട്ട് ചോരി അത് പാർലമെന്റ് ഇലക്ഷന് മാത്രമല്ല, അത് താഴെത്തട്ടിലുള്ള ഇലക്ഷനിൽ നടക്കുന്നുണ്ട്. ഇപ്പോ നമ്മൾ കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പല സ്ഥാനാർത്ഥികളുടെയും വോട്ട് വെട്ടാൻ വേണ്ടിയിട്ട് പ്രത്യേക താല്പര്യം എടുക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് വലിയ വാർത്തയൊക്കെയായി. ഞാനിപ്പോ എന്റെ പഞ്ചായത്തിനെ കുറിച്ച് പറയാം. എറണാകുളം ജില്ലയിലെ അങ്കമാലി നിയോജകമണ്ഡലത്തിലെ അയ്യമ്പുഴ പഞ്ചായത്ത് പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ അകത്ത് വരുന്ന 3 വാർഡുകളുണ്ട്. ആ 3 വാർഡുകളിൽ കൂടി ആകെ 1000 താഴെ വോട്ടർമാരാണ് ഉള്ളത്. എല്ലാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ കുറെ തെരഞ്ഞെടുപ്പ് 10-20 വർഷത്തിന് മേലെയായിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും 100 വോട്ടർമാര് 150 വോട്ടർമാരൊക്കെയാണ് ആകെ പോൾ ചെയ്യുന്നത്. അങ്ങനെ സാഹചര്യമായിരിക്കുമ്പോൾ ഒരു സീറ്റും കൂടി, ഒരു വാർഡും കൂടി ആ ഭാഗത്ത് തന്നെ വർദ്ധിപ്പിച്ചു നിലവിലെ പഞ്ചായത്ത് ഭരണസമിതി. അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ തൊട്ടിപ്പുറത്തെ അതിന് പുറത്ത് പ്ലാന്റേഷന് പുറത്തുള്ള സ്ഥലങ്ങളിൽ 1200 1300 വോട്ടർമാര് ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുമ്പോൾ ഈ പറഞ്ഞ മേഖലയിൽ 160 പേരാണ് ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല സ്ഥലത്തും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും അതിപ്പോ ഓരോരുത്തരും ഭരിക്കുന്നവരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ഈ ഡീലിമിറ്റേഷൻ വരുമ്പോൾ, വാർഡിന്റെ അതിർത്തി നിർണയം വരുമ്പോൾ സൗകര്യപ്രദമായിട്ട് പലരെയും പല രീതിയിലൊക്കെ വെട്ടിമാറ്റുകയൊക്കെ ചെയ്യും. അതിന്റെ ഈ പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിക്കുന്ന ആ ഒരു കണ്ടീഷൻ അനുസരിച്ചിട്ടൊന്നല്ല ചെയ്യുന്നത്. അവസാനം വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം ചിലപ്പോൾ കോടതികൾ ഇടപെടും എന്നുള്ളതിനപ്പുറത്ത് പ്രത്യേകിച്ച് അതിലൊരു തീരുമാനമില്ല. അപ്പീൽ കൊടുത്താലും തീരുമാനമില്ല. അപ്പൊ അതും ഒരു തരത്തിലൊരു വോട്ട് ചോരിയാണ്. അർഹത ഇല്ലാത്ത വിജയം തട്ടിയെടുക്കുന്നതിന് തുല്യമാണ്. ഒരു സ്ഥലത്ത് 1200 വോട്ടർമാരുടെ അടുത്ത് പൊരിഞ്ഞ പോരാട്ടത്തിലൂടെ 2-3 കക്ഷികൾ മത്സരിച്ച് ഒരാൾ ജനപ്രതിനിധിയാകുകയും അപ്പുറത്ത് പ്രതിപക്ഷം പോലും ഇല്ലാത്ത രീതിയിൽ ആകെ 150 പേര് വോട്ട് ചെയ്യുന്നിടത്തുനിന്ന് അതിൽ തന്നെ കിട്ടുന്ന വോട്ട് കൊണ്ട് ഒരാൾ ജയിച്ചു വരുന്നു. അവിടെ അങ്ങനത്തെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നു. അതൊന്ന്. അതുപോലെ ഒത്തിരി പേരുടെ ഇപ്പൊ വോട്ടർ പട്ടികയുടെ ഫൈനൽ 2ാം ഘട്ടം 3ാം ഘട്ടമൊക്കെ വന്നപ്പോൾ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നവരുടെ അവസാന ഘട്ട വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത ഒത്തിരി ആളുകൾ നമുക്ക് നേരിട്ടറിയാം. അത് പലതരത്തിലും ഈ ഭരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ആ പഞ്ചായത്ത് സെക്രട്ടറി മറ്റെല്ലാ ആളുകളുമായിട്ട് ഇടപെട്ട് വെട്ടിക്കളയുന്നതാണ്. ഇതൊന്നും ശരിയായ മാതൃകയല്ല. ആളുകൾ മത്സരിച്ച് ജയിക്കട്ടെ. ജനാധിപത്യത്തിന്റെ പൂർണ്ണ അർത്ഥം നടപ്പാക്കപ്പെടണമെങ്കിൽ എതിർക്കുന്നവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മത്സരത്തിലൂടെ ജയിച്ചു വരാൻ പറ്റും. പകരം അവരുടെ വോട്ട് വെട്ടിക്കോ മത്സരിക്കാനുള്ള സാഹചര്യം ഒഴിവാക്കാം. ഇത് കേരളത്തിൽ നിത്യ സംഭവമാണ്. കേരളത്തിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തന്നെ എത്രയോ സ്ഥലത്ത് വാർത്തകളുണ്ട്. ഇതിനൊക്കെ നേരിട്ട് എവിഡൻസ് വരെ നമുക്കുള്ളതാണ്. പക്ഷെ പരാതി കൊടുത്താലും അപ്പീൽ കൊടുത്താലും അതിന്റെ സമയം കഴിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞ് ഈ വോട്ടർമാരെ പരമാവധി ഒഴിവാക്കാൻ നോക്കുകയാണ്. അത് നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന അതേ പദ്ധതി തന്നെ കേരളത്തിൽ നടക്കുന്നുണ്ട്. പരമാവധി ആളുകളെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉൾക്കൊള്ളാൻ വേണ്ടി വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നോക്കുന്നതിന് പകരം പരമാവധി ആളുകളെ വെട്ടി ഒഴിവാക്കി തെരഞ്ഞെടുപ്പ് എങ്ങനെയെങ്കിലും വിജയം തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ശ്രമങ്ങളും കേരളത്തിലുണ്ട്. ഡോക്ടർ ജിൻഡോ, മറ്റൊരു ചോദ്യം. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഈ വലിയ പണച്ചെലവിന്റെ ഉറവിടം പ്രധാനമായും സ്ഥാനാർത്ഥി തന്നെയാണോ, അതോ പ്രാദേശികമായി ലഭിക്കുന്ന സംഭാവനകൾ ഇതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ടോ? അല്ല, അതിലിപ്പോ ഒന്ന് സ്ഥാനാർത്ഥിയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ ചെലവാകുന്ന സാഹചര്യമുണ്ട്. എന്റെ കയ്യിൽ നിന്നൊക്കെ ചെലവായിട്ടുണ്ട്. പിന്നെ നമ്മൾ പലരും സഹായിക്കും, സാമ്പത്തികമായിട്ട് നമ്മളെ സ്പോൺസർ ചെയ്യും. അതിപ്പോ വ്യക്തിപരമായി ചിലപ്പോൾ താല്പര്യമുള്ളവരുണ്ടാവും. അത് ബിസിനസ് ഹൗസുകളാവണമെന്നില്ല. ബിസിനസ്സുകാർ സഹായിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ നേരത്തെ ഡോക്ടർ മേരി ജോർജ് പറഞ്ഞ പോലെ പാറമട ലോബിയൊക്കെ സഹായിക്കുന്ന ആളുകളുണ്ട്. നമ്മളെയൊന്നും അങ്ങനെ സഹായിച്ചിട്ടൊന്നുമില്ല. സഹായിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതൊന്നും ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ അവർ ജയിച്ചതിന് ശേഷം അവർ ഭരണപരമായിട്ടുള്ള നയപരമായ തീരുമാനം എടുക്കുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഫേവർ കാണിച്ചാൽ മാത്രമാണ് അപ്പൊ അവർക്ക് വേണ്ടി ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനപ്പുറത്ത് വ്യക്തിപരമായി താല്പര്യമുള്ള പല സ്ഥാനാർത്ഥികളെയും പലരും സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. അതുകൂടാതെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. പലതരത്തിലാണ് ഈ സാമ്പത്തിക സംവിധാനം ഒരുക്കുന്നത്. പക്ഷെ അപ്പോൾ പോലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഈ വലിയ തുകയുടെ മത്സരം നടക്കുന്ന സമയത്ത് ചിലപ്പോൾ പിന്തള്ളപ്പെട്ടു പോകും. അതൊക്കെ ഞങ്ങളൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്, അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണോ എന്ന് ചോദിച്ചാൽ
എനിക്കതിൽ 100% പിന്തുണച്ച് പറയാൻ പറ്റില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ 100% പിന്തുണച്ച് പറയാൻ പറ്റില്ല. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ പണ ഇടപാടുകളെ കുറിച്ച് അറിവുണ്ടായിട്ടും വോട്ടർമാർ അതിനെക്കുറിച്ച് പ്രതികരിക്കാത്ത എന്തുകൊണ്ടാണ്? വോട്ടർമാർക്കിടയിൽ ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായ അവബോധം വളർത്തേണ്ടതില്ലേ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ. അവന്റെ സ്ഥാനാർത്ഥി പണം ചെലവാക്കുന്ന കാര്യത്തിൽ വോട്ടർമാർക്ക് പ്രത്യേകിച്ച് പരാതിയൊന്നുമില്ല. പണം ചെലവാക്കി ഇല്ലെങ്കിലേ ആക്ഷേപം ഉണ്ടാകും. കാരണം ഈ വോട്ടർമാരിൽ അതൊരു താരതമ്യം നടത്തുന്നുണ്ട്. ഓരോ സ്ഥാനാർത്ഥികളും എത്ര പോസ്റ്റർ, എത്ര അനൗൺസ്മെന്റ് വാഹനങ്ങൾ, എത്ര വട്ടം വീട് കയറി ഇറങ്ങി, ഇതൊക്കെ അവർ നോക്കുന്നുണ്ട്. ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി അവർ നടത്തുന്നുണ്ട്. അവിടെ തെരഞ്ഞെടുപ്പ് എന്നത് എത്രയും ആഡംബരപൂർവ്വമാക്കണം എന്നുള്ളത് വോട്ടർമാരുടെ കൂടി താല്പര്യമാണ്. അവരും ആ ഉത്സവത്തിൽ ആഹ്ലാദ തിമിർപ്പിൽ ഒക്കെ പങ്കുചേരുകയാണ്. പണ്ടൊന്നും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ പൊട്ടിക്കലാശമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ നിയമസഭയിലേക്കോ ലോക്സഭയിലേക്കോ മത്സരിക്കുമ്പോൾ പൊട്ടിക്കലാശം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അവിടെയും വളരെ ഊർജ്ജസ്വലമായ രീതിയിൽ ആവേശം, പൊട്ടിക്കലാശം, വർണ്ണപ്പകിട്ട്, അതിന്റെ പൊലിമ, ശബ്ദഘോഷം, ഇതൊക്കെ വോട്ടർമാരെ ആകർഷിക്കുകയാണ്. ഞാൻ അതിനെ 100% സ്വാഗതം ചെയ്യുന്നയാളാണ്. കാരണം അത്തരം സന്ദർഭങ്ങളിലൂടെ ജനങ്ങൾ ഈ സംവിധാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നത് അത് ആത്യന്തികമായി ജനാധിപത്യത്തിന്റെ ശക്തിയായി മാറും. നമ്മളവിടെ എല്ലാവരും നിശബ്ദരായിരിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അത്രമാത്രം നമുക്ക് ശബ്ദമുണ്ടാക്കാൻ കഴിയുമോ? തിരഞ്ഞെടുപ്പല്ലേ, അവിടെയെങ്കിലും ഒരു ശബ്ദമുണ്ടാകണ്ടേ? അതല്ലേ ജനാധിപത്യത്തിന്റെ പ്രാണവായു എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത് നടക്കട്ടെ. പക്ഷെ ഈ പണം നൽകുന്നത് എല്ലാവരും മുതലാളിമാരുടെ പണം വാങ്ങി മത്സരിക്കുന്നു എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എനിക്ക് നേരിട്ട് പരിചയമുള്ളത് CPM-ന്റെ ഏർപ്പാടുകളാണ്. ഞാൻ ഇന്നും എന്റെ ഡിവിഷനിലെ CPM സ്ഥാനാർത്ഥിയോട് എത്ര ചെലവായി എന്ന് ചോദിച്ചപ്പോൾ ഒന്നും ചെലവായില്ല എന്നാണ് പറഞ്ഞത്. കാരണം അത് പാർട്ടി നടത്തിക്കൊള്ളുന്നത്. പാർട്ടി എവിടെ നിന്നാണ് പണം വാങ്ങുന്നത്, അത് സംശുദ്ധമായ പണമാണോ എന്നുള്ളത് വേറൊരു വിഷയമാണ്. പക്ഷെ ഒരു സ്ഥാനാർത്ഥിക്കും സ്വന്തം നിലയിൽ പണസമ്പാദനം നടത്തേണ്ടി വരില്ല, പണം ചെലവാക്കേണ്ടി വരില്ല, ഒരു സാമ്പത്തിക ബാധ്യതയിലേക്ക് അവർ പോവുകയുമില്ല. പക്ഷെ മറ്റുള്ള പാർട്ടികളെ സംബന്ധിച്ച്, ഇപ്പോൾ എന്റെ സുഹൃത്ത് ജിൻഡോ ജോൺ മത്സരിച്ച കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ സ്ഥാനാർത്ഥികൾ കൂടി ഒരു സജീവമായ ഇടപെടൽ അവിടെ നടത്തേണ്ടി വരും. ഡോക്ടർ മേരി ജോർജ്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെ അനധികൃത പണമിടപാടുകളിൽ കള്ളപ്പണത്തിന്റെ പങ്ക് എത്രത്തോളമാണ്? ഈ പണം പ്രാദേശിക സാമ്പത്തിക വ്യവസ്ഥയെ എങ്ങനെയാണ് ബാധിക്കുന്നത്? കള്ളപ്പണത്തിന്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ പറ്റിയുള്ള പഠനം നടത്തിയിട്ടുള്ളതായിട്ട് എനിക്ക് അത്ര അറിവില്ല. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ അടുത്ത നാളിലൊന്നും ഈ കള്ളപ്പണം കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലെ എത്ര എന്ന് ഉള്ള പഠനം നടത്തി റിപ്പോർട്ട് പുറത്തുവിട്ടതായിട്ട് മറ്റ് ആരെങ്കിലും പറയുന്നത് കേട്ട് നമുക്ക് പറയാനൊക്കില്ല. അങ്ങനെ റിസർവ് ബാങ്കിന്റെ ഞാൻ കണ്ടില്ല അങ്ങനെ എന്തെങ്കിലും പഠനം വന്നിട്ടുണ്ടെന്ന്. പക്ഷേ സാധാരണ രീതിയിൽ വലിയ തോതിൽ കള്ളപ്പണം ഇതിന് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഈ ഇലക്ഷന്റെ കാര്യം ഇനിയും പുറത്തു വരണം, എന്നാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഇലക്ഷൻ കഴിഞ്ഞ് കുറച്ചൊക്കെ കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ കള്ളപ്പണം വന്ന സോഴ്സസും ഒക്കെ പുറത്തേക്ക് വരുന്നത്. ഒരു പക്ഷെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെ അതേപ്പറ്റി പഠനം നടത്തുന്നത് ഈ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കാം. അപ്പോൾ എന്തായാലും ഇവിടെ കേരളത്തില് കള്ളപ്പണം ധാരാളമായിട്ട് വരുന്ന ഒരു മേഖലയാണ്, യാതൊരു സംശയവുമില്ല. ഇപ്പം നമുക്കറിയാം ഈ അടുത്ത നാളിൽ തന്നെ സ്വർണത്തിന്റെ വില കയറ്റം, അതുപോലെ രൂപയുടെ വിനിമയ നിരക്ക്, അതായത് ഡോളറുമായിട്ടുള്ള വിനിമയ നിരക്ക് ഒരുപാട് അതായത് 91 രൂപയിൽ അധികം കൊടുത്താലേ $1 കിട്ടൂ എന്ന അവസ്ഥയിൽ വന്ന ആ സാഹചര്യത്തില് ഇന്ത്യൻ കറൻസി ഗൾഫ് കറൻസീസുമായിട്ടും ഒരുപാട് മിസ്മാച്ച് ചെയ്തു. അതായത് ഗൾഫ് കറൻസി ഒക്കെ അതിനനുസരിച്ച് പൊങ്ങി നമ്മുടെ കറൻസിയെക്കാളും. അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു ദിനാറോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ പണ്ട് കിട്ടുമായിരുന്നതിനേക്കാൾ വളരെ കൂടുതൽ രൂപ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ കള്ള കറൻസി കേരളത്തിലേക്ക് ഈ അടുത്ത നാളുകളിൽ കൂടുതൽ വന്നിരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ അതായത് ഇങ്ങനെ അത്തരം കറൻസി ബ്ലാക്ക് മണി ഉപയോഗിച്ച് ഒരു വലിയ തോതില് ഇവിടെ പ്രചരണം നടന്നിട്ടുണ്ടാകണം എന്ന് തന്നെ വേണം വിശ്വസിക്കാൻ. പക്ഷെ അത് എന്തുമാത്രം എന്ന് പറയാൻ ഉള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും എൻ്റെ കയ്യിലില്ല.
ഈ പ്രാവശ്യം ഈ അടുത്ത നാളില് കറൻസിയുടെ മൂല്യത്തില് ഡോളറും രൂപയും തമ്മിലുള്ള ആ മൂല്യത്തിലുണ്ടായ വ്യതിയാനം, കയറ്റിറക്കങ്ങൾ തീർച്ചയായിട്ടും കൂടുതൽ കള്ളപ്പണം കേരളത്തിലേക്ക് എത്തുന്നതിന് സഹായകമായിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ ഹൗ മച്ച്? അത് ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോ മറ്റോ ഒക്കെ പഠിച്ച് പുറത്തു വിട്ടാലേ നമുക്ക് ആ രേഖ അത് എത്രയുണ്ട്. അത് കേരളത്തിലേക്ക് കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയിൽ നിന്ന് ആകെ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രവാസികൾ മൈഗ്രൻസ് ഉള്ള രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ ഉള്ള മൈഗ്രൻസിൽ 19% കേരളത്തിൽ നിന്നാണ്. മഹാരാഷ്ട്രയിൽ നിന്ന് രണ്ടാം ഇതേ ഉള്ളൂ 17%. അപ്പൊ ഈ 19% പ്രവാസികൾ കേരളത്തിൽ നിന്നാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കള്ളപ്പണത്തിന്റെ പ്രഭവവും കൂടുതൽ കേരളത്തിലായിരിക്കാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും ഇലക്ഷൻ കാലഘട്ടത്തില്. ഒരു പക്ഷെ ഇതിനെയൊക്കെ തേടിയായിരിക്കാം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളെ ഇലക്ഷന്റെ തൊട്ട് മുൻപൊക്കെ ഗൾഫ് കൺട്രീസ് ഒക്കെ വിസിറ്റ് ചെയ്തതും അവരെയൊക്കെ പ്രീണിപ്പിക്കാനും അവരുടെ അടുത്തൊക്കെ വെച്ച് ഒത്തിരി ഓഫറുകൾ കൊടുക്കാനും ആ ഓഫറുകളുടെ ഒക്കെ എന്താ പറയുക പ്രതിബിംബം എന്ന രീതിയിൽ പല അനൗൺസ്മെന്റ്സും കേരളത്തിനകത്തും കേരളത്തിന് വെളിയിലും ഒക്കെ ഉണ്ടായത് നമ്മൾ ഈ അടുത്തിടെ കണ്ടതാണ്. അപ്പൊ തീർച്ചയായിട്ടും കള്ളപ്പണത്തിന്റെ പ്രഭാവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ ഇലക്ഷന് എന്നുള്ളതിന് യാതൊരു സംശയവുമാണ്. മടങ്ങി വരാം. ഡോക്ടർ ജിൻഡോ ജോൺ, പണം കൂടുതൽ ചെലവഴിക്കുന്ന സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വിജയസാധ്യതയുണ്ടോ? ഇങ്ങനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവസരം ഇല്ലാതാക്കുന്നില്ലേ? ഒന്നിനൊരു കാര്യം എനിക്ക് ഒരു കാര്യം ആദ്യമേ വേറെ എനിക്ക് മുമ്പ് സംസാരിച്ചവരോ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത്, തെരഞ്ഞെടുപ്പിൽ പണം ചെലവഴിക്കപ്പെടണമെന്നാണ് എന്റെ അഭിപ്രായം. അതിനൊരു നിയന്ത്രണം വേണം എന്നുള്ള കാര്യം തർക്കമില്ല. നിയന്ത്രണം വേണം. അത് ഇലക്ഷൻ കമ്മീഷന് നിരീക്ഷണം ഉണ്ടാവണം. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന പാർട്ടികളും വ്യക്തികളും സ്ഥാനാർത്ഥികളും ഒക്കെ അതിലൊരു നിയന്ത്രണം പാലിക്കുന്നത് നല്ലതാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ പണം ചെലവഴിക്കപ്പെടണമെന്ന് പറയാൻ കാരണം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് കഴിഞ്ഞ 10-20 ദിവസമായിട്ട് കേരളത്തിന്റെ സാമ്പത്തിക രംഗത്ത് നടന്നിട്ടുള്ള ക്രയവിക്രയങ്ങൾ, മണി സർക്കുലേഷൻ ഒന്ന് പരിശോധിക്കണം. നമ്മുടെ നാട്ടില് എത്രയോ ആളുകൾ പലതരത്തിലുള്ള തൊഴിൽ കിട്ടുന്നു. പല മൈക്രോ ഇൻവെസ്റ്റ്മെന്റുകാരുണ്ട്, ഭക്ഷണം വെക്കുന്ന ആളുകളുണ്ട്, കുടിതോരണങ്ങൾ വിൽക്കുന്ന ആളുകളുണ്ട്, പലതരത്തിൽ ജോലികൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നവരുണ്ട്, ഡ്രൈവർമാരുണ്ട്. അപ്പോ ഇത്രയും നാള് ഭയങ്കര സ്റ്റാഗ്നന്റ് ആയിട്ടിരുന്ന ഒരു മേഖലയിൽ പെട്ടെന്ന് ഒരു അനക്കം വരികയും ആളുകളിലേക്ക് കുറെ പണം പമ്പ് ചെയ്യപ്പെടുകയും അതിന്റെ ഒരു സർക്കുലേഷൻ മാർക്കറ്റിൽ ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആക്ച്വലി അങ്ങനെ ഉണ്ടാകും. തെരഞ്ഞെടുപ്പുകൾ ഇടയ്ക്കിടയ്ക്ക് വരട്ടെ എന്ന് പറയുന്ന ഒരാളാണ്. കാരണം തെരഞ്ഞെടുപ്പുകളെ ഇല്ലാതെ ഒറ്റ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു രാജ്യം പോകുന്നതിനേക്കാൾ നല്ലത് ഇടയ്ക്കിടയ്ക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് തന്നെയാണെന്നാണ് എന്റെ അഭിപ്രായം. അതൊന്നാമത്തെ. ഇനി രണ്ടാമത്തത്, പണത്തിന്റെ മാത്രം ബലത്തിൽ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒരു സ്ഥാനാർത്ഥിയുടെ വിജയത്തിൽ പലപ്പോഴും പണം ചില ഘട്ടത്തിലൊക്കെ മാനദണ്ഡമാകാറുണ്ട്. അവസാന റൗണ്ടിൽ പണം മാനദണ്ഡമായിട്ട് തന്നെ പല സ്ഥലത്തും ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നേരിട്ട് നമ്മൾ പലപ്പോഴും അനുഭവിച്ചിട്ടുള്ളതാണ്, അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. പക്ഷെ അപ്പോഴും പണത്തിന്റെ മാത്രം ബലത്തിൽ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കും എന്ന് പറയാനായിട്ടുള്ള പ്രത്യേക സാഹചര്യമുണ്ട്. കാരണം പല സ്ഥാനാർത്ഥികളും ഒരു രൂപ അത്രയും സാമ്പത്തിക ശേഷി ഇല്ലാത്തവരും വളരെ നന്നായിട്ട് മത്സരിച്ച് ജയിച്ച് വരുന്ന സാഹചര്യമുണ്ട്. അവർക്ക് പണം കൊടുക്കുന്നവർ പരാജയപ്പെടുന്ന സാഹചര്യം നമുക്ക് കാണുന്നുണ്ട്. ഇതെല്ലാം കാണുന്നുണ്ട്. ചില സ്ഥലത്ത് 2020 പറഞ്ഞ പോലെ ചില സ്ഥലത്ത് കോർപ്പറേറ്റുകളുടെ വരവൊക്കെ ഇതിന്റെ ഒരു വേറെ രീതിയിൽ ഒരു അപകടകരമായ സാഹചര്യത്തിലേക്കാണ് കൊണ്ടുവരുന്നത്. ശരി, വ്യക്തമാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, വൻ പണച്ചെലവുള്ള ഒരു സ്ഥാനാർത്ഥി ജയിക്കുമ്പോൾ ആ പണം തിരികെ പിടിക്കാൻ ഭരണപരമായി അതിനുള്ള സാധ്യതയുണ്ടോ? ഇത് അഴിമതിക്ക് വഴിവെക്കുമോ? അല്ല, അത് സ്വാഭാവികമായും സംഭവിക്കാവുന്ന ഒന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അതിന് വ്യക്തിപരമായ ബാധ്യതയായി മാറുന്നില്ല എന്നുള്ളതാണ് പൊതുവായ ഒരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ പൊതുവായി നമ്മൾ കാണുന്നത്. ഇപ്പൊ മറുഭാഗത്തൊക്കെ വരുമ്പോൾ അത് വ്യക്തികളുടെ അവരുടെ വ്യക്തിപരമായ ഒരു ബാധ്യതയായി മാറുന്നുണ്ട്. അത് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞാൽ ആ തിരിച്ചുപിടുത്തം എല്ലാം അവിഹിതമായ മാർഗത്തിലൂടെയാണോ തെറ്റായ വഴികളിലൂടെയാണോ എന്നൊന്നും ഇപ്പൊ എനിക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അത് തടയുന്നതിനുള്ള നിയമ സംവിധാനവും നമുക്കുണ്ട്. പക്ഷെ അത് ഞാൻ നേരത്തെ പറയാൻ ആലോചിച്ച് വിട്ടുപോയ ഒരു പോയിന്റാണ് ഡോക്ടർ ജിൻഡോ ജോൺ സൂചിപ്പിച്ചത്. അതൊരു സാമ്പത്തിക പ്രശ്നമാണ്. ഡോക്ടർ മേരി ജോർജ് കൃത്യമായി പറയാൻ കഴിയുമോ? അത് ഇത്രമാത്രം പണം പൊതുസമൂഹത്തിലേക്ക് പമ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികമായ ഉണർവ് അതൊരു ചെറിയ കാര്യമല്ല.
അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത്, നമ്മൾ പണത്തിന്റെ കാര്യത്തിൽ ഒരു എല്ലാം ദുർവ്യയമാണ്, ആ വ്യയം ഒഴിവാക്കണം, ഇതെല്ലാം ധൂർത്താണ് എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഇത് ഒരു ആഘോഷം എന്ന് പറയുമ്പോൾ അത് ക്ഷേത്രത്തിലെ ഉത്സവമായാലും പള്ളിയിലെ പെരുന്നാളായാലും ഒക്കെ അവിടെ പണം ചെലവാകും. ആ പണം ചിലപ്പോൾ മുഴുവൻ വേസ്റ്റ് ആണ് എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ജനാധിപത്യത്തിലെ മഹോത്സവം എന്ന് എപ്പോഴും വിശേഷിപ്പിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പ്, അവിടെയും കുറെ പണം ചെലവാകട്ടെ, കുറെ പണം ഇറങ്ങട്ടെ. നമുക്ക് ഉള്ള അനുഭവത്തിൽ നിന്ന് നമുക്ക് കാണാമല്ലോ, പാർലമെന്റിനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ നിയമസഭയെ അപേക്ഷിച്ച് കൂടുതൽ സംശുദ്ധമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത് അത് പഞ്ചായത്ത് തലത്തിലാണ്. അവിടെ മത്സരിക്കുന്നത് ആരാണ് എന്ന് വോട്ടർമാർക്കറിയാം. അവരുടെ എല്ലാ കാര്യങ്ങളും വോട്ടർമാർക്കറിയാം. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, ജയിച്ചാൽ 5 വർഷം കഴിയുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കും, അതൊക്കെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ജനങ്ങളുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ, അവരുടെ പരിശോധനയിൽ, അവരുടെ ഓഡിറ്റിംഗിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ പഞ്ചായത്ത് അംഗങ്ങൾ. അതുകൊണ്ട് അവർ ചിലവാക്കിയ പണം മുഴുവൻ അവർ തിരിച്ചു പിടിക്കണ്ടേ എന്നൊക്കെ ചോദിച്ചാൽ അത് ജനാധിപത്യ വിരുദ്ധമായ സമീപനം പുലർത്തുന്നവർ സാധാരണയായി ഉന്നയിക്കുന്ന ഒരു സന്ദേഹവും ചോദ്യവുമാണ്. അങ്ങനെയല്ല നമ്മൾ ജനപ്രതിനിധികളെ സംശയത്തിൽ അല്ല നിർത്തേണ്ടത്. അവരുടെ ചിലവാക്കുന്ന പണം പല വഴിക്കും അവർക്ക് കിട്ടുന്നതാണ്. അതിൽ കള്ളപ്പണം മാത്രമല്ല, നല്ല പണവുമുണ്ട്. ഈ സംവിധാനത്തിലൊക്കെ വിശ്വാസമുള്ള, തെരഞ്ഞെടുപ്പിൽ ആവേശമുള്ള കുറെ ആളുകളുണ്ട്. ആ ആവേശം അത് അനുഭവിക്കുന്നതിന് വേണ്ടി, എൻജോയ് ചെയ്യുന്നതിന് വേണ്ടി ഗൾഫിൽ നിന്നൊക്കെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിലെത്തുന്നവരുണ്ട്. അതിൽ സ്ഥാനാർത്ഥികളുടെ സുഹൃത്തുക്കൾ ഉണ്ടാകും. അവരൊക്കെ പണം കൊടുക്കുന്നത് എന്തെങ്കിലും ഉദ്ദേശത്തെ മുൻനിർത്തിയല്ല. അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ഈ പൊതുവെ പറയുന്നത് പോലെ പണത്തിന്റെ, അത് നല്ല പണത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, കള്ളപ്പണത്തെ കുറിച്ചാണ്, തെറ്റായ പണം, അവിശുദ്ധമായ പണത്തെ കുറിച്ചാണ്. ആ പണത്തിന്റെ സ്വാധീനത്തിൽ നടക്കുന്ന അവിഹിതമായ ഒരു സംവിധാനമല്ല കേരളത്തിലെ തെരഞ്ഞെടുപ്പുകൾ. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ സംശുദ്ധിയുണ്ട്. ആ സംശുദ്ധി സൂക്ഷിക്കുന്നതിനുള്ള ജനങ്ങളുടെ നേരിട്ടുള്ള ഇടപെടലും ആ രംഗത്തുണ്ട്. ശരി, വ്യക്തമാണ്. ഡോക്ടർ മേരി ജോർജ്, പണത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇപ്പോഴത്തെ നിരീക്ഷണ സംവിധാനങ്ങൾ ദുർബലമാണോ? തീർച്ചയായിട്ടും ദുർബലമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇലക്ട്രൽ ബോണ്ട് നിർത്തലാക്കിയത് ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ടിട്ടല്ല. ഇലക്ഷൻ കമ്മീഷൻ അറിയാമായിരുന്നു അവിടെ നടക്കുന്ന അവിഹിതങ്ങൾ എത്ര മാത്രമാണെന്ന്. പക്ഷേ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു കമ്മീഷൻ മാത്രമാണ്. ഡെമോക്രസിയുടെ നന്മയോ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജനങ്ങളുടെ ക്ഷേമമോ ഒന്നും ഇലക്ഷൻ കമ്മീഷന് പ്രശ്നമല്ല. ആരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു അവരെ തൃപ്തിപ്പെടുത്തുക, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, അത് മാത്രമാണ് ഇലക്ഷൻ കമ്മീഷന്റെ. ഞാൻ സംസ്ഥാനത്തിലെ ഇലക്ഷൻ കമ്മീഷനെ അല്ല പറയുന്നത് കേട്ടോ, കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവര് പറയുന്നത് അതുപോലെ അനുവർത്തിക്കുക മാത്രമാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷന് പറ്റുക, ചെറുത്തു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പൊ അതാണ് എന്റെ അഭിപ്രായം. പിന്നെ എനിക്ക് ഈ പറയപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഫണ്ട് ചെലവഴിക്കുന്ന എല്ലാവരും, അതായത് ഫണ്ട് ചെലവഴിക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റെ സംവാദകർ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ സംസ്ഥാന ഇക്കോണമിയിൽ വലിയ ഒരു കുതിച്ചുചാട്ടത്തിനുള്ള സാധ്യതയൊരുക്കും. ഒരു തൊഴിലുമില്ലാതെ ഇരിക്കുന്നവര് എല്ലാ തരക്കാർക്കും കുറച്ചു നാളത്തേക്കെങ്കിലും തൊഴിലായി, അവർക്കൊക്കെ അവരുടെ കയ്യിൽ ഒരു വരുമാനം ഉണ്ടാകുന്നു. അത് തന്നെയാണ് ഒരു സംസ്ഥാനം ആണെങ്കിലും ഒരു ഇക്കോണമിക്ക് അത്യാവശ്യമുള്ളത്. പക്ഷെ അതേ സമയത്ത് തന്നെ ഇങ്ങനെ ഇലക്ഷന് വേണ്ടി ഫണ്ട് ചെയ്യുന്ന എല്ലാവരും സംശുദ്ധരല്ലെന്നുള്ളതിന്റെ ഒരു തെളിവ് ഞാൻ ആ സ്ഥലത്തിന്റെ പേര് തന്നെ പറയാം. മലയാറ്റൂര് ഒരുപാട് ക്വാറി ബിസിനസ് നടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഇപ്പൊ ഭരണത്തിലിരിക്കുന്ന ഒരു മന്ത്രി തന്നെ ഞങ്ങൾ ഒരു കമ്മീഷനിൽ ഒന്നിച്ചുണ്ടായിരുന്നപ്പോ എന്നോട് പറഞ്ഞ ഒരു സത്യമാണ് ഞാൻ ഓർക്കുന്നത്. അത് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ്. അതായത് 2 ക്വാറിക്ക് മലയാറ്റൂർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അനുവാദം കൊടുത്തു. പക്ഷെ അവിടെ 100 ക്വാറികൾ പ്രവർത്തിക്കുന്നു. എങ്ങനെയാണ് ഈ 100 ക്വാറികൾ അവിടെ 2 പിന്നെ രജിസ്ട്രേഷൻ അനുവദിച്ച സാഹചര്യത്തിൽ വർക്ക് ചെയ്യുന്നത്? അതായത് ഓരോ പ്രാവശ്യവും ഇലക്ഷനിൽ ജയിച്ചു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ജയിച്ചു വരുന്നവരെ ജയിപ്പിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ജയിച്ചു കഴിഞ്ഞു വന്നാല് അവരുടെ താല്പര്യം അനുസരിച്ച്
ക്വാറി വിസ്തൃതമാക്കി കൊണ്ടുപോകുന്നതിന് വേണ്ടിയൊക്കെ അവർ പണം മുടക്കുന്നു. ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്നവരെ സന്തോഷിപ്പിക്കുന്നു. ഇഷ്ടം പോലെ കൈമടങ്ങ് കൊടുത്ത്, അത് പല തരത്തിലുള്ള കൈമടങ്ങാണ് കൊടുക്കുന്നത്. അതും അദ്ദേഹം തന്നെ, ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, കാരണം അദ്ദേഹം ഒരു തരത്തിലും അഴിമതിക്കാരനല്ലാത്തൊരു മന്ത്രിയാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പൊ അദ്ദേഹം ഇതിനെ വളരെ വിമർശന ബുദ്ധിയോടെയാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ട്. അത് കണ്ടാലും കണ്ടില്ലെന്ന് നടിക്കും. അതായത് ഞാൻ ഈ ക്വാറി മാഫിയയെ പറ്റി പറയുന്നത്, ഈ ക്വാറി മാഫിയയെ ഒരുപക്ഷെ കേരളത്തെ വീണ്ടും അറബിക്കടലിലേക്ക് തള്ളി വിടുമോ എന്ന ഭയം എനിക്കുണ്ട്. അതുകൊണ്ടാണ് അതേപ്പറ്റി ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞത്. ഞാൻ നിലപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചിലവ് അനിയന്ത്രിതമായി ഉയരുന്നുവെന്നത് തർക്കമറ്റ കാര്യമാണ്. ഈ പണക്കൊഴുപ്പ് സാധാരണക്കാരനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് അകറ്റി നിർത്തുന്നുവെന്നും ഇത് ജനാധിപത്യത്തിന്റെ ഗുണനിലവാരത്തെ തകർക്കുന്നുവെന്നുള്ള അഭിപ്രായങ്ങളും ശക്തമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെലവ് നിരീക്ഷണ സംവിധാനം കൂടുതൽ കർശനമാക്കുകയും രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടിങ്ങിൽ സുതാര്യത ഉറപ്പാക്കുകയും ചെയ്താൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജനങ്ങളെ സേവിക്കാനുള്ള അവസരമാണ്. അത് പണം വാരിയെറിയാനുള്ള വേദിയായി മാറരുത്. ജനാധിപത്യത്തിന്റെ നൈതികത നിലനിർത്തേണ്ടത് സ്ഥാനാർത്ഥികളുടെയും പാർട്ടികളുടെയും മാത്രമല്ല, പണം വാങ്ങി പ്രലോഭനങ്ങൾക്ക് വഴങ്ങാത്ത വോട്ടർമാരുടെയും കടമയാണ്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ജിൻഡോ ജോൺ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഡോക്ടർ മേരി ജോർജ്, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. നമസ്കാരം.